Hi and welcome to all. This video is continued in Malayalam. If you want to watch this video in English, please check the description box below. You will get the link there. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ഞാൻ വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് റിയാദിലെ നാഷണൽ മ്യൂസിയമാണ്. ഇപ്പോൾ ഇവിടെ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊറിയൻ നാഷണൽ മ്യൂസിയത്തിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ടൈം മാർച്ച് 7 വരെയാണ്. അപ്പോൾ ഈ വ്ളോഗിൻ്റെ ഉദ്ദേശം റിയാദിലുള്ള ഈ ചാനലിൻ്റെ വ്യൂവേഴ്സിന് ഇങ്ങനെയുള്ളൊരു എക്സിബിഷൻ നടക്കുന്നതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കാനും പിന്നെ റിയാദിലില്ലാത്ത മറ്റ് വ്യൂവേഴ്സിന് ഇവിടെയുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കൊടുക്കാനുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് whatidobyzahra എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് സാറ. ഈ ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന റെസിപ്പീസും ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ്സും പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഞങ്ങളുടെ കൊച്ചു കൊച്ചു അനുഭവങ്ങളുമാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഡിഫറെൻ്റ് ആൻഡ് വെറൈറ്റി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് റിയാദിലെ നാഷണൽ മ്യൂസിയത്തിലേക്കാണ്. നമ്മളിപ്പോൾ നാഷണൽ മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാർക്കിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത്. നാഷണൽ മ്യൂസിയത്തിനടുത്ത് വളരെ വിശാലമായിട്ടുള്ള ഒരു ശാന്തമായ അറ്റ്മോസ്ഫിയറുള്ള പാർക്കാണ് നിങ്ങളിവിടെ കാണുന്നത്. മ്യൂസിയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവായ ഒരു പ്ലേസാണ് ഈ കിഡ്സ് ഏരിയ. മ്യൂസിയം വിസിറ്റ് ചെയ്ത പലവർക്കും ഈ പ്ലേസിനെ കുറിച്ച് അറിയില്ല. അപ്പം ഞാൻ അറിയാത്തവർക്കായി ഈ വ്ളോഗിലൂടെ ഈ പ്ലേസ് പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ ഇഷ്ടമാകും. ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് സന്ദർശിച്ച് നോക്കുക. ഇനി നമുക്ക് മ്യൂസിയത്തിനുള്ളിലേക്ക് പോകാം. ഇതാണ് റിയാദിലെ നാഷണൽ മ്യൂസിയം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൊറിയൻ നാഷണൽ മ്യൂസിയം എക്സിബിഷൻ മാർച്ച് 7 വരെയാണുള്ളത്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ മ്യൂസിയത്തിനെക്കുറിച്ച് വളരെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്. നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ മ്യൂസിയത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് ലഭിക്കുകയുള്ളൂ. മ്യൂസിയത്തിനെ ഡിഫറെൻറ്റ് ഹാളുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോ ഹാളിനും ഓരോ തീമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കിക്കാണാം. നമ്മൾ ഇതുവരെ കണ്ടത് മ്യൂസിയത്തിനെ കുറിച്ച് വളരെ ചെറിയൊരു ഓവർവ്യൂ ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് കൊറിയൻ എക്സിബിഷൻ റിലേറ്റ് ആയിട്ടുള്ളതാണ്. അതിനിവിടെ എൻഹാൻസിങ് ജേർണി ടു കൊറിയൻ സിവിലൈസേഷൻ എന്ന പേരിൽ ഒരു സെപ്പറേറ്റ് ഹാൾ ഉണ്ട്. ആ ഹാളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്.
ഈ ഡിസ്പ്ലേ ചെയ്ത് നിങ്ങൾ കാണുന്നത് കൊറിയൻ നാഷണൽ മ്യൂസിയത്തിൽ നിന്നുള്ള കുറച്ച് ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ കൊറിയൻ എക്സിബിഷനിൽ നിന്ന് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നാഷണൽ മ്യൂസിയം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫ്രീ എൻട്രി ആയിട്ടുള്ള മറ്റൊരു മ്യൂസിയം കൂടിയുണ്ട്. അത് പഴയ മ്യൂസിയമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെയുള്ള റോയൽ വെഹിക്കിൾസ് ആണ് ഞാൻ പുറത്തുനിന്ന് എടുത്തതാണ്. ഉള്ളിലേക്ക് കയറുന്ന ടൈമിംഗ് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് എടുക്കുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ പ്ലേസ് നിങ്ങൾ റിയാദിലാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇതുപോലത്തെ ഡിഫറെൻറ്റ് ആൻഡ് യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് ഞാനൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.